ഇന്ന് നമുക്ക് അടിപൊളി ഒരു സിലോപ്പിയ മപ്പാസ് കറി വെച്ചാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 2 സിലോപ്പിയ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 സിലോപ്പിയ വറുത്ത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലൊരു കറി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മോനെ കിടുക്കനായിരിക്കും. അപ്പോൾ അതിനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങുവാണെങ്കിൽ 2 സിലോപ്പിയ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല വലിയ സൈസുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ ട്രേയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ട്രേ വരെ നിറഞ്ഞ് നിൽക്കും. നമ്മൾ വെട്ടി വൃത്തിയാക്കി അപ്പോൾ ഇനി അതിനുശേഷം അത് വരഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടിട്ട് കേട്ടോ അതിൽ നിന്ന് നമുക്ക് മുറിക്കാം. ഒരെണ്ണം നല്ല വലിയ സൈസായിട്ട് നമ്മളതിനെ 2ആയിട്ട് മുറിക്കുകയാണ്. വറക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 2ആയിട്ട് മുറിച്ചത്. ഫുള്ളായിട്ട് ഇട്ട് ചെയ്യാമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമ്മളിതാ അതിനുള്ള മസാലക്കൂട്ടുകളെല്ലാം റെഡിയാക്കുകയാണ് വറക്കാനുള്ള. അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1-1.25 സ്പൂണ് മുളക് പൊടി ഇട്ട്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. അതിന് ശേഷമാണ് നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് ഒഴിക്കുകയാണ്. 1 സ്പൂണ് വെളിച്ചെണ്ണയും അരമുറി നാരങ്ങ നീര് ഒഴിച്ചു നമ്മൾ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് ആക്കണമേ. അപ്പോൾ നല്ല പോലെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ മീനിലോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വാരി പൊത്തി പിടിപ്പിക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ ഓവറായിട്ട് പൊത്തി അങ്ങ് വെക്കൊന്നും വേണ്ട, നല്ല രീതിയിൽ ഒന്ന് പറ്റി പിടിച്ച് പോയാൽ മതി. പിന്നെ എല്ലാം നല്ല നമ്മൾ വരഞ്ഞിട്ടേക്കുന്നതിൻ്റെ അകത്തോട്ടൊക്കെ കുറേശ്ശെയൊക്കെ ഒന്ന് കയറ്റി വെക്കാനായിട്ടൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ അങ്ങോട്ട് പിടിപ്പിക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഈ മീനിലെല്ലാം നല്ല രീതിയിൽ മസാല പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി ഈ മീൻ ഒരു 10-20 മിനിറ്റത്തേക്ക് അവിടെ അങ്ങ് ഇരിക്കട്ടെ. അപ്പോഴേക്കും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് സെറ്റായിട്ടിരിക്കും. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം കേട്ടോ. കുറച്ച് ഐറ്റംസ് കൂടെ നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം നല്ലപോലെ നരയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മുളക് പൊടി, അതിൽ 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർക്കും. അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് അരച്ച് ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി ഇവനെ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് മീൻ വറക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ മീൻ വറക്കാനുള്ള പരിപാടി തുടങ്ങണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ മീനായിട്ട് വറക്കാൻ പോവുകയാണ്. കണ്ടോ, മീൻ വറുത്ത് നമ്മൾ കോരുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 പീസും വറുത്തെടുക്കുവാണ്. അപ്പം നമ്മുടെ വറക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു പീസ് 2ആയിട്ടാക്കിയത്. ഇതിപ്പം ഫുള്ളായിട്ടുള്ളൊരു പീസാണ്. അപ്പം വറക്കുമ്പോൾ അത്ര വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് മുറിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഏകദേശം വറുത്തെല്ലാം കഴിഞ്ഞതാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കറിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി, കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയുമാണ്. അപ്പോൾ പിന്നെ കൂട്ടത്തിൽ ഒരു സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ വറുത്തതൊക്കെ നോക്കാം കേട്ടോ. നമ്മൾ 3 പീസ് വറുത്ത് നല്ലത് അടിപൊളിയായിട്ട് ട്രെയിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയല്ല, ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, പക്ഷേ കഴിക്കരുത്, നമുക്ക് മപ്പാസ് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നേരത്തെ വറുത്ത എണ്ണ ബാക്കിയുള്ളത് നമുക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കി പരിപാടി തുടങ്ങാം. അപ്പം അതിനുശേഷം നമ്മൾ കുറച്ച് ഉലുവ ഇടുവാണ് കേട്ടോ. ഉലുവ ഇട്ട് നമ്മളിങ്ങോട്ട് പൊട്ടിക്കാൻ പോവുകയാണ് അങ്ങോട്ട്. അപ്പം ഉലുവ നമ്മളങ്ങോട്ട് ഇട്ടു. ഉലുവ ഏകദേശം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അടുത്ത് ഇടുകയാണ്. ഒരു 10-15 ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടു. ഇനി നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണ്. എല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സവാള ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ആ സവാള ഇട്ടതിന് ശേഷം നമുക്കിനി നല്ല രീതിയിൽ വഴറ്റി അങ്ങോട്ട് എടുക്കാം. ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പം മസാല ചേർത്ത് കൊടുക്കാറായിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ വഴണ്ടി വരാനുണ്ട്. ഏകദേശം പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊക്കെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിലൊക്കെ ആക്കിയെടുക്കാവേ. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒരുവിധം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിക്കായി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇതരിഞ്ഞ് നമ്മൾ നേരെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് ആ എണ്ണയിലൊക്കെ കിടന്നൊന്ന്
പരുവാകുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് നമ്മൾക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തക്കാളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് തക്കാളി ഉടഞ്ഞു പോകാൻ അനുവദിക്കരുത്. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. നമ്മളപ്പം തേങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ചെറിയ തേങ്ങയാണ്. ഒരു തേങ്ങയുടെ അടുത്ത് നമ്മൾ ഒരു പച്ച തേങ്ങയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തേങ്ങയുടെ അടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴിഞ്ഞ് വെച്ചു. അപ്പോൾ അതിൽ രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല നീട്ടിയെടുത്ത് രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ അത് എടുത്ത് ആവശ്യത്തിനുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇനി മസാലയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് വേവണം. ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സിലോപ്പി കുട്ടന്മാരെയൊക്കെ പിറക്കിയെടുത്തിടാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ സിലോപ്പി കുട്ടന്മാരെയൊക്കെ നമ്മളെടുത്ത് രണ്ടാം പാലിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി അത് അവിടെ കിടന്നൊന്ന് വേകണം. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. വേവിക്കാൻ വെക്കുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വാഴയിലിട്ട് വെച്ച് മൂടി തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഒരിക്കലും മറന്നു പോകരുത് മപ്പാസ് കറി വെക്കുമ്പോഴേ. ഇപ്പോൾ ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ടാവും. നമുക്കിനി ഇത് തുറന്ന് നോക്കാവേ. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, ഒന്ന് കറക്കി കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാവേ. ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്തേക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ ഗ്രേവിയും ചാറും ഒക്കെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് നല്ല രീതിയിൽ കറക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ്. അപ്പോൾ എന്താ കടുക് ഏകദേശം പൊട്ടി വരുമ്പോഴേക്കും 2-3 ഉണക്കമുളക് ചെറുതായിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ നല്ലപോലെ ഒന്ന് മൊരിച്ച് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് താളിച്ച് നമുക്ക് ഇതിൻ്റെ തൊട്ട് തട്ടാം. അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് താളിച്ച് കൂട്ടിയതെല്ലാം കൂടെ നമുക്ക് കറിയിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ മപ്പാസ് കറി എങ്ങനെയുണ്ടെന്ന്. അപ്പം എന്താ നമ്മുടെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒഴിക്കുവാണ്. ഇതാ നമ്മുടെ മപ്പാസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പീസൊക്കെ എടുത്ത് നോക്കാവേ. ഇതാ നോക്ക്, അടിപൊളിയല്ല, നല്ല സെറ്റ് സാധനമാണ്. കരിമീൻ മപ്പാസൊക്കെ മാറി നിൽക്കും. നല്ല കിടുക്ക സാധനമാണ്. അപ്പം നമ്മളത് ചോറുമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. സാധാരണ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ കൊള്ളാം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോകണം. നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കണ്ടല്ലോ, സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ളോഗ്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.